എടി എനിക്കറിയോ എനിക്ക് ബിടിഎസിന്റെ ബാഗ് വാങ്ങി. എന്നാ കേട്ടോ ഞങ്ങൾക്ക് വാങ്ങി ബിടിഎസിന്റെ ബാഗ്. നിങ്ങൾക്ക് വാങ്ങിയ അതെന്താ എല്ലാവർക്കും ബിടിഎസിന്റെ ബാഗ്? ഇമ്മാർക്ക് എല്ലാവർക്കും ലോട്ടറി അടിച്ചോ? എനിക്ക് മാത്രം ബിടിഎസിന്റെ ബാഗ് ഇല്ലല്ലോ. ചിന്റെ യൂണിക്കോങ്ങിന്റെ ബാഗ് നല്ല രസമുണ്ട് കാണാന്. കാക്കോന്റെ ബാഗ് ബിടിഎസിന്റെ ബാഗിനെ പോലെ ഡിസൈൻ നീ ഒരു പൊട്ട ബാഗ് ബിടിഎസിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാ. എന്റെ ബാഗ് കാണുന്ന കഴിഞ്ഞ കൊല്ലത്തെ ഇവളുടെ ബാഗ് പോലെ തന്നെ ഉണ്ട്. എന്റെ ബാഗ് കാണാനോ ഇവളുടെ കഴിഞ്ഞ കൊല്ലത്തെ അതേ ബാഗ് പോലെ ഉണ്ട്. ബിടിഎസിന്റെ ഫോട്ടോ മാത്രമുണ്ട്. പിന്നെ ചെറിയ കാറ് വ്യത്യാസം ഉണ്ട്. അതെന്താ നിങ്ങളമ്മാര് മോഡലിൽ നോക്കിയില്ലേ? പഴയ പോലത്തെ മോഡലിന് വീണ്ടും വാങ്ങിയോ? ആർക്കറിയാം, അമ്മ ഞങ്ങക്ക് വാങ്ങി തന്നേലേ. ഇനി ഞങ്ങൾ അതിന് കുറ്റം പറയാൻ നിന്നില്ല. അപ്പൊ അങ്ങനെയാണ്. എന്തായാലും ഇത് അവിശ്വസനീയമാണ്. എല്ലാവർക്കും ഒരേ ബാഗ് ഭയങ്കര അവിശ്വസനീയം തന്നെ. അവിശ്വസനീയം പറഞ്ഞ അവിശ്വസനീയം തന്നെ. അവിശ്വസനീയല്ല അവിശ്വസനീയം ഒക്കെ സെയിം ടു സെയിമാ. ഈ കാക്കു വല്യമാന്റെ മാതിരി ഇങ്ങനെ തെറ്റിക്കണുണ്ടല്ലോ ഓരോന്ന്. നല്ലപോലെ പറയാൻ പഠിക്കുക കാക്കുക. ഇത് പറയണൊക്കെ നല്ല വാക്കാളല്ല. കേട്ടാലും മതി ചേർന്ന് വന്ന് ചാവും. ഇത് കാക്കു എനിക്കെന്തൊക്കെ കിട്ടുട്ടോ. നിങ്ങൾ ഓവറാവണ്ടേ. നിനക്ക് നേരെ കാണുമ്പോ ഇന്നൊരാക്കളാണ് നിങ്ങളൊക്കെ. ഹലോ ചിൽഡ്രൻസ്. ഏതാണ് മോഹൻ ചേട്ടൻ? എന്താ കാക്ക? കുട്ടികളെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലല്ലോ. തേങ്ങ. കുട്ടികളെ ബിടിഎസിന്റെ ബാഗ് വേണോ? ഞാൻ കണ്ടായിരുന്നു നിങ്ങളെ കടയിൽ നിന്ന് ഈ ബാഗിന് വേണ്ടി വഴക്കടിക്കുന്നേ. ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയോ? ഞാൻ അതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം വാങ്ങി. അതിന്റെ പകുതി വിലയുള്ളൂ ഇതിന്. അയ്യോ ചേട്ടാ നിങ്ങൾ വൈകിപ്പോയി. നിങ്ങൾ ബിടിഎസിന്റെ ബാഗ് വാങ്ങിയല്ലോ. വാങ്ങിയോ? ഡ്യൂപ്ലിക്കേറ്റ് ബാഗ് വാങ്ങിയോ കൊണ്ടുവന്നത് നിങ്ങൾക്ക് കുട്ടികളെ? എന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. അതിനു വേണ്ടി ഞാനൊരു പണി ആലോചിച്ച് നടക്കുമ്പോഴാണ് നീ അവിടെ കിടന്ന് കരുതി ഞാൻ കണ്ടത്. അപ്പൊ ഞാനെന്താ ചെയ്തു? അതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് വീട്ടിലെടുത്ത് തൊങ്ങി തയ്ച്ചുണ്ടാക്കി നിങ്ങൾക്ക് തരാന്ന് വിചാരിച്ചു. അതിന്റെ പകുതി വിലക്ക്. ഇനി ഞാൻ എന്റെ അമ്മയ്ക്ക് എവിടുന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കുക ദൈവമേ? അയ്യോ പാവം ചേട്ടൻ. ഞങ്ങൾ ചേട്ടനെ സഹായിക്കാം. എങ്ങനെ എന്നെ സഹായിക്കും നിങ്ങളുടെ കുട്ടികളല്ലേ? ഞങ്ങൾ ചേട്ടന് ഞങ്ങളുടെ പഴയ ബാഗ് തരാം. അത് അവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പഴയ ബാഗ് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞങ്ങളത് ചേട്ടന് തരാം. ചേട്ടനത് തയ്ച്ച് വിറ്റോ? അതെന്നെ, ഞങ്ങൾക്ക് പുതിയ ബാഗ് വാങ്ങിക്കണു. ഞങ്ങളെ പഴയ ബാഗ് ഞങ്ങൾക്ക് തരാം. എന്റെ ചേച്ചിയുടെ ബാഗ് ഉണ്ട് പഴയത്. മൊത്തം 5 ബാഗ് കിട്ടും. അതുകൊണ്ട് ചേട്ടന് തുന്നിയിട്ട് അത് വിറ്റോ. ഇപ്പൊ അമ്മയ്ക്ക് കൊടുക്കാനുള്ള മരുന്നിന്റെ ഒക്കെ പൈസ കിട്ടുമല്ലോ. എന്റെ കുട്ടികൾ എനിക്ക് എന്നാ ബാഗൊക്കെ തരാം? നാളെ ഇതേ സമയം ഇവിടെ തന്നെ വന്ന് നിന്നാ മതി. ഞങ്ങൾ കൊണ്ടുവന്നരാം. വലിയ ഉപകാരം കുട്ടികളെ. എനിക്ക് കുറച്ച് വർക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ബാഗ് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ബാഗ് കൊണ്ട് തുന്നിയുണ്ടാക്കിയത് ഈ ബിടിഎസിന്റെ ബാഗ്. നിങ്ങളത് വാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പകുതി വിലക്ക് തരുമെന്ന് പറഞ്ഞപ്പോ എന്നാലും നിങ്ങൾ കുറെ ബിടിഎസിന്റെ ബാഗ് ഉണ്ടാക്കി വിറ്റോളിട്ടോ. അപ്പൊ നിങ്ങൾ വലിയ പൈസക്കാരനാവും. പൈസക്കാരനായില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് മരുന്നിനുള്ള പൈസ മാത്രം മതി. ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടനുള്ള പൈസ ഒക്കെ കിട്ടിക്കോളും. ഞങ്ങൾ നാളെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാൻ ചേട്ടാ. ചേട്ടൻ ഒട്ടും വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. നന്ദിയുണ്ട് മക്കളെ, നന്ദിയുണ്ട്. അമ്മേ അമ്മേ അമ്മ ഇത് എവിടെയാ? അമ്മേ എന്താ മക്കളെ? അമ്മേ ഇന്നൊരു പാവം ചേട്ടനെ ഞങ്ങള് വഴിയെ വെച്ച് കണ്ടു. ആ ചേട്ടന് പണം തീരെ ഇല്ല. ആ ചേട്ടന്റെ അമ്മയ്ക്ക് വയ്യാട്ടെ. ചേട്ടന്റെ അമ്മയ്ക്ക് ഒരു മരുന്ന് വാങ്ങാൻ പോലും ആ ചേട്ടന്റെ കയ്യിൽ കാശില്ല. ആ ചേട്ടനെ ഉസ്മാനെ കടയിൽ വെച്ച് ബിടിഎസിന്റെ ബാഗിന് വഴക്കുണ്ടാക്കിയെന്ന് നമ്മൾ കണ്ടില്ലായിരുന്നു പോരാൻ ടൈമില്. അപ്പൊ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നത്രേ. എന്നിട്ട് അവിടുത്തെ വാങ്ങാതെ പോകുന്ന ചേട്ടൻ അറിഞ്ഞിട്ട് ആ ചേട്ടന്റെ കയ്യിലുള്ള പിടിച്ച് പഴയ ബാഗ് വെച്ച് ബിടിഎസിന്റെ ബാഗ് അവിടെ ഉണ്ടായിരുന്നു അതേപോലെ അത്രയും ക്യൂട്ടാക്കി. ഞങ്ങളെ ബിടിഎസിന്റെ ബാഗ് പോലെയൊന്നുമല്ല, നല്ല ക്യൂട്ടാക്കി തുന്നി വെച്ചിട്ട് ആ ബാഗിന്റെ പകുതി വിലക്ക് തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ശരിക്കും വാങ്ങിന്ന്. അപ്പൊ ചേട്ടൻ ഒരുപാട് കരഞ്ഞു. പകുതി വിലക്ക് ബാഗോ? ഞങ്ങൾക്ക് ഇങ്ങനെ ബിടിഎസിന്റെ ബാഗ് വേണമെന്ന് അത്ര ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഉസ്മാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വാങ്ങിയ ബാഗിന്റെ ഒക്കെ പകുതി വിലക്കായിരിക്കും മിക്കവാറും ചേട്ടൻ ബാഗൊക്കെ വെക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പഴയ ബാഗൊക്കെ ആ ചേട്ടന് കൊടുത്തിട്ടേ ആ ചേട്ടന് നല്ലപോലെ തയ്ച്ചുണ്ടാക്കി ആർക്കെങ്കിലും വിറ്റോട്ടെ വിചാരിച്ചു. മക്കളെ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് സഹായിക്കണോ? അവരവർക്ക് വേണ്ടത് അവരവര് ചെയ്യില്ലേ? അല്ല ആ ബാഗ് കൊണ്ട് ഇനി എന്താ ഉപകാരം? അത് ഞങ്ങൾ കുറെ ഇട്ട ബാഗല്ലേ. അത് ഞങ്ങൾ ഇടത്തുമില്ല. ആ ബാഗുകൾക്കാണെങ്കിൽ സിബിനൊന്നും കേടുമില്ല. നല്ല ബാഗുകളല്ലേ. അതെവിടെയാ? അത് ഞങ്ങൾ കൊണ്ടു കൊടുക്കട്ടെ. ആ ചേട്ടൻ അത് റീക്രിയേറ്റ് ചെയ്ത് വിറ്റോട്ടെ. ആ പാവം ജീവിച്ചോട്ടെ. ഞങ്ങളുടെ ബാഗ് എവിടെ? വേണ്ട, ആ ചേട്ടന് വേറെ ഏതെങ്കിലും വഴി പൈസ ഉണ്ടാക്കിക്കോളും. അത് നല്ല കഴിവുള്ള ആളല്ലേ. ഏതെങ്കിലും വഴി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളായിട്ട് എന്തിനാ വെറുതെ അദ്ദേഹത്തിന് നിലവാരം താഴ്ത്തുന്നേ? നമുക്ക് വഴിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഈ പഴയ ബാഗ് കൊടുത്താൽ അദ്ദേഹത്തെ പുച്ഛിക്കണം. അതിനാ ചേട്ടന്റെ കയ്യിൽ പൈസ തീരെയില്ല. പാവം കരയാ. ഒരാളും ഇങ്ങനെ കരയില്ല പൈസ ഇല്ലാതെ. ഒരാളും പറ
പറയാൻ പറ്റില്ല മക്കളെ, ചിലപ്പോ നല്ല ഒന്നാന്തര ഡ്രാമയായിരിക്കും. നിങ്ങൾ അതൊക്കെ വിശ്വസിച്ച് അതിൽ വീണതായിരിക്കും. ഞങ്ങൾക്ക് ആ ബാഗ് വേണം.